നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. വാസ്കോ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ 59ാമത് പ്രതിഷ്ഠാ ദിനാചരണവും പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 15 നടത്തപ്പെടുന്നു. ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വെരി റവറന്റ് ഡോക്ടർ MS യുഹാനോൻ റമ്പാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവകയുടെ മുൻ വികാരിമാരും മറ്റു വൈദികരും സഹകാർമ്മികത്വം വഹിക്കുന്നു. ഇടവകയുടെ വജ്ര ജൂബിലി ആരംഭ വർഷത്തോടനുബന്ധിച്ച് ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് തിരുമേനിയുടെ നാമത്തിലുള്ള പഠന സഹായ വിതരണവും നടക്കും. ഓഗസ്റ്റ് 15 വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങൾ വിശ്വാസികൾക്ക് ആത്മീയ ഉണർവും പ്രചോദനവും പകർന്നു നൽകുന്നു. കഴിഞ്ഞ ശനിയാഴ്ചത്തെ വാസ്കോ പള്ളി ഇടവക അംഗം ആൽബിന്റെ മരണത്തെ തുടർന്ന് ഈ വർഷത്തെ പെരുന്നാളിന്റെ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം വെടിക്കെട്ടും ഉണ്ടാവില്ല. 400 എഞ്ചിനീയറിംഗ് സീറ്റുകൾ JEE മാനദണ്ഡം ലഘൂകരിച്ചിട്ടും ഒഴിഞ്ഞുകിടക്കുന്നു. ഗോവയിൽ JEE മാനദണ്ഡം ലഘൂകരിച്ചിട്ടും 400 എഞ്ചിനീയറിംഗ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. 58 JEE ഇതര വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചെങ്കിലും 100-ലധികം വിദ്യാർത്ഥികൾ നീറ്റ് അധിഷ്ഠിത കോഴ്സുകളിലേക്ക് മാറി ഇത് സീറ്റുകൾ ഒഴിഞ്ഞിടാൻ കാരണമായി. കഴിഞ്ഞ വർഷവും 500 സീറ്റുകൾക്ക് ആളില്ലായിരുന്നു. ഗോവ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമാണ് എല്ലാ സീറ്റുകളും നികത്തിയത്. മൈനിംഗ് എഞ്ചിനീയറിംഗ് കോഴ്സ് നിർത്തലാക്കിയിരുന്നു. സ്വകാര്യ കോളേജുകളായ പാദ്രെ കോൺസെക്കോ, ഡോൺ ബോസ്കോ, രായേശ്വർ, ആക്നൽ എന്നിവയിലാണ് ഒഴിവുകൾ. DTE 3ാം റൗണ്ട് പ്രവേശനം നടത്താൻ സാധ്യതയില്ല. ക്ലാസ് 12 ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് 45% മാർക്ക് മാനദണ്ഡമാക്കി. ഗോവ മെഡിക്കൽ കോളേജിൽ 50 MBBS സീറ്റുകൾ കൂട്ടാൻ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. ഗോവ മെഡിക്കൽ കോളേജിൽ 50 MBBS സീറ്റുകൾ കൂട്ടാനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം തേടി. നിലവിൽ 200 സീറ്റുകളുള്ള GMCയുടെ വാർഷിക ഇൻടേക്ക് 250 ആക്കാനാണ് ശ്രമം. നാഷണൽ മെഡിക്കൽ കമ്മീഷന് നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. 2024-25 അധ്യയന വർഷത്തിൽ GMCയുടെ സീറ്റുകൾ 180-ൽ നിന്ന് 200-ആയി ഉയർത്തിയിരുന്നു. 2019-20 150-ൽ നിന്ന് 180-ആയും വർദ്ധിപ്പിച്ചിരുന്നു. ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ സൗത്ത് ഗോവ ജില്ലാ ആശുപത്രിയിൽ നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കാനുള്ള പദ്ധതിയും വെളിപ്പെടുത്തി. ഗോവ ഷെഡ്യൂൾഡ് ട്രൈബ്സ് പൊളിറ്റിക്കൽ റിസർവേഷൻ ബിൽ പാസാക്കിയതിന് സാവന്ത് നദ്ദയ്ക്ക് നന്ദി പറഞ്ഞു. നിയമവിരുദ്ധ മണൽ ഖനനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി. ഗോവയിലെ ബോംബെ ഹൈക്കോടതി നിയമവിരുദ്ധ മണൽ ഖനനം തടയാൻ ഉത്തരവാദിത്തപൂർവ്വം നടപടിയെടുക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. ജസ്റ്റിസ് ഭാരതി ദാംഗ്രെ, നിവേദിത മേത്ത എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന ഉദ്യോഗസ്ഥർ പൊതുസ്വത്തിന്റെ കാവൽക്കാരായി പ്രവർത്തിക്കണമെന്ന് വ്യക്തമാക്കി. മണൽ സംസ്ഥാനത്തിന്റെ സ്വത്തായതിനാൽ അതിന്റെ നിയമവിരുദ്ധ ഖനനം സംസ്ഥാന താൽപര്യങ്ങൾക്ക് ഹാനികരമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഖനന ജിയോളജി ഡയറക്ടർ നാരായണ ഗാഡ് താലൂക്ക് തല ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ പുനഃസംഘടിപ്പിച്ചതായി അറിയിച്ചു. ഡെപ്യൂട്ടി കളക്ടർമാർ നേതൃത്വം നൽകുന്ന ഈ സംഘങ്ങൾ പൊതുജന പരാതികളിൽ വേഗത്തിൽ നടപടിയെടുക്കും. മായം, മൈന, കുർച്ചോറിം, ബീച്ചോളിം എന്നിവിടങ്ങളിലെ ഖനന ചിത്രങ്ങൾ ഗോവ റിവർ സാൻഡ് പ്രൊട്ടക്ടേഴ്സ് നെറ്റ്വർക്കിന്റെ മിലിന്ദ് നായ്ക്ക് നൽകി. കേസ് ഓഗസ്റ്റ് 25 വീണ്ടും പരിഗണിക്കും. ഗോവയിൽ തേങ്ങ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. ഗോവയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ തേങ്ങ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതായി സർക്കാർ സമ്മതിച്ചു. 2022-23 16.31 കോടി തേങ്ങകളുടെ ഉൽപ്പാദനം 2024-25 15 കോടിയായി കുറഞ്ഞു. 6.26% ഇടിവാണിത്. ഹെക്ടറിന് 6113 തേങ്ങകളിൽ നിന്ന് 5625 വിളവ് കുറഞ്ഞു. കീടബാധ, വൃക്ഷങ്ങളുടെ വാർദ്ധക്യം, തോട്ട പരിപാലനക്കുറവ്, തൊഴിലാളി ക്ഷാമം, വളം ചെലവ് എന്നിവയാണ് കാരണങ്ങളായി കൃഷി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. കുരങ്ങുകൾ, അണ്ണാന്മാർ തുടങ്ങിയ മൃഗങ്ങൾ പൂവും ഇളം തേങ്ങകളും നശിപ്പിക്കുന്നതും വിളവിനെ ബാധിക്കുന്നു. കൃഷിമന്ത്രി രവി നായിക് താലൂക്ക് തല ഉദ്യോഗസ്ഥർ കർഷകരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും CCARI ICAR ശാസ്ത്രജ്ഞരുടെ സഹായം തേടുന്നുണ്ടെന്നും അറിയിച്ചു. ഗോവ സ്റ്റേറ്റ് ഫിലിം ഫെസ്റ്റിവൽ 2025 ഇന്ന് തുടങ്ങുന്നു. ഗോവ സ്റ്റേറ്റ് ഫിലിം ഫെസ്റ്റിവലിന്റെ 10, 11, 12 പതിപ്പുകൾ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും MLA ദലൈല ലോബോയും ചേർന്ന് ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് 3:30 പനാജിയിലെ ഐനോക്സിൽ ഉദ്ഘാടനം ചെയ്യും. പനാജിയിലെ മാഗ്നസ് പാലസ്, ഐനോക്സ് എന്നിവിടങ്ങളിൽ ചലച്ചിത്ര പ്രദർശനങ്ങൾ നടക്കും. 19 ഫീച്ചർ ഫിലിമുകളും 4 നോൺ ഫീച്ചർ ഫിലിമുകളും മത്സരിക്കുന്നു. നീലാഫ് കൗൾ, പങ്കജ് സക്സേന, കർണിജിത് പെയിൻഡൽ, ചിത യജ്നേഷ് ഷെട്ടി എന്നിവരുടെ വർക്ക്ഷോപ്പുകളും മാസ്റ്റർ ക്ലാസുകളും നടക്കും. 48 മണിക്കൂർ ഷോർട്ട് ഫിലിം മത്സര വിജയികളെ ഓഗസ്റ്റ് 14 പ്രഖ്യാപിക്കും. വർഷ ഉസ്ഗാവ്കർക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഓഗസ്റ്റ് 17 സമ്മാനിക്കും.
ഐനോക്സ് കോർട്ട്യാർഡിൽ ഓഗസ്റ്റ് 14 മുതൽ 17 വരെ ഫുഡ് കോർട്ടും ഹാൻഡിക്രാഫ്റ്റ് സ്റ്റോളുകളും ഉണ്ടാകും. മദ്യപിച്ച് വാഹനമോടിച്ചതിന് മേഘാലയ സ്വദേശിയെ മപ്സ JFMC കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചു. മപ്സ JMFC കോടതി മേഘാലയ സ്വദേശിയായ ശംഭുവിനെ മദ്യപിച്ച് വാഹനമോടിച്ചതിന് കുറ്റക്കാരനായി കണ്ടെത്തി. 10,000 രൂപ പിഴയാണ് വിധിച്ചിരിക്കുന്നത്. പിഴ അടയ്ക്കാത്ത പക്ഷം 10 ദിവസത്തെ സാധാരണ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഓഗസ്റ്റ് 10 വൈകിട്ട് 7:24 ചോഗം റോഡിൽ വെച്ചാണ് പോലീസ് പരിശോധനയിൽ ശംഭു മദ്യപിച്ച് വാഹനമോടിക്കുകയായിരുന്നെന്ന് കണ്ടെത്തിയത്. ബ്രത്ത് അനലൈസർ പരിശോധനയിൽ രക്തത്തിലെ ആൽക്കഹോളിന്റെ അളവ് 309.4 മില്ലിഗ്രാം ആണെന്ന് കണ്ടെത്തി. ഇത് നിയമപരിധിയേക്കാൾ വളരെ കൂടുതലാണ്. കലങ്കുത്ത് പോലീസ് വാടകക്കാരുടെ പരിശോധനാ ഡ്രൈവ് നടത്തുന്നു. കലങ്കുത്ത് പോലീസ് വാടകക്കാരുടെ വിവരങ്ങൾ പരിശോധിക്കുന്നതിനായി ഒരു ഡ്രൈവ് നടത്തി. പ്രദേശത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരിശോധന നടത്തിയത്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.